ഡിവോഷണൽ മൂവി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു ഹാപ്പി ന്യൂസാണ്. ആ ലിസ്റ്റിലായിട്ട് ഒരു പുതിയ സിനിമയും കൂടി വരാൻ പോവാണ്. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് മൂന്നാം നമ്പരം എന്ന് പറയുന്ന സിനിമയിലെ ആൾക്കാരാണ്. സോ സച്ചിൻ ചേട്ടൻ, ധന്യ മാം ആൻഡ് ദിനേശ് ചേട്ടൻ, വെൽക്കം. സോ പ്രൊമോഷൻ രാവിലെ മുതൽ കാണുന്നതാണ്, പ്രൊമോഷനൊക്കെ പോയിട്ട്, പക്ഷെ സ്റ്റിൽ ഭയങ്കര എനർജിയാണ് നിങ്ങൾക്ക് മൂന്ന് പേർക്കും. എന്താണ് അതിന്റെ ഒരു സിനിമയുടെ ഗുണമാണ്. ഓക്കെ, സിനിമയുടെ കാരണം ഒന്നാമത്തെ കാര്യം, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറെ നാളുകൾക്ക് ശേഷം ചെയ്യുന്ന സിനിമ, അതെ, ത്രൂ ആയിട്ടുള്ള ഒരു സിനിമ, മെയിൻ കഥാപാത്രമായിട്ടുള്ള ഒരു സിനിമ, പിന്നെ അതിനകത്ത് പിതാവായിട്ട് അഭിനയിക്കുന്നു. അതിൽ കൂടുതൽ എനിക്ക് എനർജി വരാൻ വേണ്ടി വേറെ വല്ലതും വേണോ? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ എല്ലാവരും തന്നെ ഇത് നല്ല കഥാപാത്രം. ഇവർ രണ്ടുപേരാണ് ഹീറോ ഹീറോയിൻ. ഞാൻ അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പുരോഹിതന്റെ വേഷമാണ്. അത് മഹാപുരോഹിതനാണ്. പോസ്റ്ററിൽ തന്നെ കാണാം. അപ്പൊ അത്രയും നല്ലൊരു വേഷം നമുക്ക് ചെയ്യാൻ കിട്ടുമ്പോൾ ആ ഒരു പോസിറ്റീവ് വൈബ്, പോസിറ്റീവ് എനർജി അതെല്ലാം ഞങ്ങളുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ എനർജി ഉള്ളത്. തുടക്കം പറഞ്ഞതുപോലെ തന്നെ ക്യാരക്ടർ റോൾ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് പ്രധാനമുള്ള കഥാപാത്രം സ്ക്രീനിൽ കിട്ടുന്ന സമയത്ത് ഭയങ്കര ഹാപ്പിനെസ് ആണ് ആർട്ടിസ്റ്റുകൾക്ക്. കാരണം എല്ലാവർക്കും സിനിമ സ്വപ്നം കാണുന്ന ആൾക്കാരാണ്, മിനി സ്ക്രീനിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും. പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ മൂന്ന് പേരും കുറേ വർഷങ്ങളായി മിനി സ്ക്രീനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു കോമൺ ഫാക്ടർ ആണ് നിങ്ങൾക്ക്. ധന്യ മാം ഓൾറെഡി സ്റ്റാർട്ടിംഗ് ഒക്കെ തമിഴ് സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ക്യാരക്ടർ ഒരു റോൾ കിട്ടും ഭയങ്കര ഹാപ്പിനെസ് ആണ്. അതിന്റെ ഒരു സന്തോഷം എങ്ങനെ, ലൈക്ക് ആക്ടിങ് അതിൽ ചെയ്യുന്ന സമയത്ത് ഹൗ ഹാപ്പി? ചക്കപ്പഴം കിട്ടാത്തപ്പോ അതാണ് എന്റെ അവസ്ഥ. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു സിനിമയിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ അത് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. അത് ചെയ്യാനുള്ളൊരു ആവേശം. പിന്നെ അത് ഇപ്പൊ സംബന്ധിച്ചിടത്തോളം കുറെ വർഷങ്ങൾക്ക് ശേഷം എന്റെ ഒരു സിനിമ എനിക്ക് ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റും എന്നുള്ളൊരു സന്തോഷം. അപ്പൊ അതെല്ലാം കൂടെയാണ് ഒരു ഭയങ്കര വൈബിലാണ് ഞങ്ങളെല്ലാവരും. ഇപ്പൊ ഡിവോഷൻ സിനിമകൾ ആൾക്കാർ കാണുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഈ മൂന്നാം നമ്പർ എന്ന് പറയുമ്പോൾ ഒരു ആൾക്കാർക്ക് അറിയാം ഈ സ്റ്റോറി, ബൈബിൾ വായിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ റിലീജിയൻ അറിയുന്ന ആൾക്കാർക്ക് അറിയുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പൊ അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, നമ്മൾ ഫലിപ്പിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നമുക്ക് പണി കിട്ടും. അല്ലെങ്കിൽ അതിന്റെ ഒരു പേടി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് മൂന്നുപേർക്കും? ഉറപ്പായിട്ടുണ്ടായിരുന്നു. അല്ല, ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഒന്ന്, ഇത് കഥ അറിയുന്നവർക്ക് ഈ കഥ കുറച്ചും കൂടെ ഡെപ്തിൽ അറിയാം. ഇത് കാണുമ്പോൾ നമുക്ക് ഒരു ചിലപ്പോൾ ഒരു പുറമേ മാത്രം രണ്ടുപേരി പറഞ്ഞു പോയിട്ടുള്ള ഒരു വിഷയത്തിന് കുറച്ച് ആഴത്തിൽ പറയുന്ന ഒരു കഥയായിരിക്കും ഇത്. ഇത് കഥ ഒന്നും അറിയില്ല, ബൈബിളും അറിയില്ല, ഒന്നും അറിയാത്ത ഒരാളാണെങ്കിൽ പോലും ഈ സിനിമ വന്നിരുന്ന് കഴിഞ്ഞത് ഒരു ഡിവോഷണൽ സിനിമ ആയിട്ടല്ല, ഇതല്ലാതെ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും നൊമ്പരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയും കൂടെ ആയിരുന്നു. അല്ല, വന്നു കഴിയുമ്പോൾ മനസ്സിലാവും ഈ മൂന്നാം നൊമ്പരം എന്താണ്. ഇപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം, എന്താണ് ഈ മൂന്നാം നൊമ്പരം എന്നുള്ള കാര്യമുണ്ട്. അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഇവിടെ പറയുന്നില്ല, കാരണം അത് തിയേറ്ററിൽ വന്ന് തന്നെ കാണാം. എന്തുകൊണ്ടാണ് ഇത് മൂന്നാം നൊമ്പരം ആയത് എന്നുള്ളത് ഞങ്ങൾ വ്യക്തമായിട്ട് തിയേറ്ററിൽ തന്നെ മനസ്സിലാക്കിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ തീർച്ചയായിട്ടും ഇപ്പം പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പം ഈ ക്യാരക്ടേഴ്സ് ഇതിന്റെ നമുക്കതിന്റെ ഒരു ആദ്യം ചോദിച്ചത്, നമുക്കിത് ചെയ്യുമ്പോൾ നമ്മളിലേക്ക് ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ് തരുന്നത്. കാരണം ഇപ്പം ലോകം മൊത്തമുള്ള ക്രിസ്ത്യൻസ് ആരാധിക്കുന്ന അല്ലെങ്കിൽ വലിയൊരു ബഹുമാനിക്കുന്ന കഥാപാത്രങ്ങളാണ് ജോസഫും മേരിയും. ജീസസ് എന്ന് പറഞ്ഞ ദൈവപുത്രനാണ്. അപ്പം ഇങ്ങനെയുള്ളൊരു ഒരു സെൻസിറ്റീവായിട്ടുള്ള ഒരു മൂവി ക്യാരക്ടേഴ്സാണ്, ഒരു സിനിമയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഉറപ്പായിട്ടും നമ്മൾ അതിലേക്ക് കാസ്റ്റ് ചെയ്യുമ്പം ആദ്യം മനസ്സിലേക്ക് വന്നത് ആ ക്യാരക്ടർ നമുക്ക് കിട്ടി, നമ്മളെ വിളിച്ചു, എനിക്ക് ഫസ്റ്റ് ഇത് ചെയ്യാൻ പറ്റണം. കാരണം എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ക്യാരക്ടർ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ എപ്പോഴും വൺസ് ഇൻ എ വൈൽ കിട്ടുന്ന ഒരു ക്യാരക്ടർ മാത്രമാണിത്. അപ്പോൾ ഇപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ പിന്നെ ചെയ്യാൻ നമുക്ക് പറ്റണമെന്നില്ല. അപ്പം എങ്ങനെയായാലും ഈ പടം എന്തോ എൻ്റെ ഔട്ട് എങ്ങനെയോ ആയിക്കോട്ടെ, ഈ ക്യാരക്ടർ എനിക്ക് ചെയ്യണം എന്നാണ് ഫസ്റ്റ് തോന്നിയത്. പിന്നെ രണ്ടാമതാണ് ചിന്തിച്ചത്, ഇത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഇത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും. പിന്നെ രണ്ടാമതായി തോട്ടെല്ലാം ഞങ്ങൾക്ക് രണ്ടുപേർക്കും വന്നു, നമ്മളെ എങ്ങനെ ആളുകൾ ഇതിൽ നമ്മളെ അങ്ങനെ കാണാൻ അവർക്ക് പറ്റുമോ, അല്ലെങ്കിൽ അത് ചെയ്ത് ഔട്ട് വരുമ്പോഴത്തേനും അതിന് എന്തെങ്കിലും, കാരണം സെൻസിറ്റീവ് ആയിരിക്കും എപ്പോഴും ഡിവോഷണൽ സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ, ചെയ്തതിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത് സെൻസിറ്റീവായി മാറാം. പക്ഷെ ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞത് ഫസ്റ്റ് ഔട്ട് വന്നപ്പോഴാണ്, വളരെ ചെറിയൊരു പടമാണ്, പക്ഷേ എങ്കിലും ബിബ്ലിക്കൽ സ്റ്റോറിക്ക് നമ്മൾ അതിനോട് വളരെ എന്താ പറയുക ഒരു നീതി പുലർത്തി മനോഹരമായിട്ട് ഇന്നത്തെ എല്ലാവർക്കും ഒരു ഫാമിലിക്ക് പോയിരുന്ന് കാണാവുന്ന രീതിയിൽ ഒരു ചെറിയ പടം ചെയ്തിട്ടുണ്ട്. സിനിമ തുടങ്ങുമ്പോൾ ഈ മൂന്നാം നൊമ്പരത്തിൽ നമ്മൾ തുടങ്ങും സിനിമ. അവിടെ നിന്ന് പിതാവും രണ്ടുപേരും കൂടെ കണ്ടുമുട്ടുന്ന അവിടം തൊട്ടുള്ള കഥ വളരെ സ്ലോയിൽ, അതായത് കുറച്ച് സീൻസ് മാത്രം ഇട്ടിട്ട് അത് പറഞ്ഞു പോകും. അത് പറഞ്ഞു പോയിട്ട് ആ ഒരു ട്രാവലിലാണ് ശരിക്കും ഈ മൂന്നാം നൊമ്പരത്തിലോട്ട് എത്തുന്നത്. അത് മൂന്നാം നൊമ്പരത്തിലോട്ട് എത്തി ആ നൊമ്പരം മാറി വളരെ ഹാപ്പിനെസ്സിലാണ്
ഹാപ്പി ആയിട്ടാണ് ഇത് അവസാനിക്കുന്നത്. നല്ലൊരു മെസ്സേജ് കൊടുത്തിട്ട് ഒരു നിർത്തുന്ന ഒരു പടമായി. ഇത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നമ്മുടെ ഡയറക്ടർ സാറ് വർഷങ്ങളായിട്ട് ഡ്രാമകൾ ഡയറക്ട് ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ കണ്ടിരുന്നു. അപ്പൊ സാറ് ബാംഗ്ലൂർ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ട്രാവൽ ചെയ്ത് അവർ ഓരോ ചർച്ചും അവിടെ ഉള്ള അസോസിയേഷനൊക്കെ വേണ്ടിയിട്ട് ഒത്തിരി ഡ്രാമകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ സാറിന്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു മൂവി ചെയ്യാന്നുള്ളത്. അപ്പൊ സാർ ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ ഒരു ഇത് ശരിക്കും ബൈബിളിലെ ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ്. അതിനെ ലാബറേറ്റ് ആക്കിയാണ് ഈ സ്റ്റോറി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ബൈബിൾ വായിക്കുമ്പോൾ ചിന്തിക്കാത്ത തലങ്ങളിലൂടെ സാറ് കുറച്ച് സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ജോസഫിനെ മേരിയെ കുറിച്ച് ഇത്രയും ഡീപ്പിൽ ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. കാരണം എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒരു ചർച്ചിലൊരു സ്പീച്ചിലൊന്നും പറഞ്ഞു പോയിട്ടുണ്ടാവാം. പക്ഷെ അവർ ആസ് എ പേരൻസ് അവരെങ്ങനെയാണ് ഓവർകം ചെയ്തത്. നമ്മൾ ഈ സ്റ്റോറി ജസ്റ്റ് വായിച്ചങ്ങ് പോകത്തേ ഉള്ളൂ. പക്ഷെ അത് ക്ലിയർ ആയിട്ട് ആ ഒരു സ്റ്റോറി ഇതിൽ സാറ് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് ഡയലോഗ്സിലൂടെ അല്ല ഒരുപാട് ഇമോഷൻസിലൂടെയാണ് ഈ കഥ. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ടത് നമ്മുടെ ഇതിന്റെ പ്രൊഡ്യൂസർ ജിജി സാറാണ്. അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ വിശ്വാസികളിലേക്കും അല്ലെങ്കിൽ ഈ മൂന്നാം നൊമ്പരം എന്താണെന്ന് അറിയാത്തവരിലേക്കും എത്തണം എന്ന് ഉദ്ദേശിച്ച് പുള്ളി ചെയ്ത പടമാണ്. അല്ലാണ്ട് ഈ സിനിമ കൊണ്ട് എനിക്ക് ഇത്ര രൂപ ലാഭം ഉണ്ടാക്കാന്ന് പറഞ്ഞ് ചെയ്ത സിനിമയല്ല. അതുകൊണ്ട് നമുക്ക് എല്ലാ പ്രേക്ഷകരോടും പറയാനുള്ളത് ഒരു എന്താ പറയുന്ന ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഒരു കമ്മിറ്റ് ചെയ്തിട്ട് ഒരാൾ ചെയ്തൊരു സിനിമയാണ്. അപ്പൊ ആ സിനിമയിൽ നിന്ന് അദ്ദേഹത്തിന് ഈ മുടക്കിയ പൈസ കൃത്യമായി തിരിച്ചു കിട്ടുകയും ഈ സിനിമ ആളുകളിലോട്ട് അദ്ദേഹത്തിന്റെ ആവശ്യം അതാണ്. ഈ സിനിമ ആളുകളിലോട്ട് എത്തണം. എത്തണം എന്നുള്ളത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ധന്യരായി. മാത്രമല്ല എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ പൊതുവേ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ സ്ഥിരം കുറ്റം പറച്ചിലാണ്. എല്ലാം റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഫിലിംസ് വരുന്നു. അല്ല അടിക്ക് അടി, തമാശയ്ക്ക് തമാശ, വളരെ മോശമായിട്ടുള്ള സിനിമകൾ എന്ന് പറഞ്ഞു വരുന്നതിനിടയിൽ വളരെ വ്യത്യസ്തമായിട്ട് ആൾക്കാർ ലവ് ചെയ്യുന്ന ഡിവോഷണൽ റിലീജിയസ് ആ ഒരു ആംഗിളിൽ നല്ലൊരു സ്റ്റോറി പറയുന്ന നല്ലൊരു മെസ്സേജ് ഉള്ള സിനിമ അതാണ് ശരിക്കും പറഞ്ഞാൽ മൂന്നാം നൊമ്പരം. അപ്പൊ അങ്ങനെ ഒരു സിനിമ വരുമ്പോൾ അത് കാണേണ്ട ആൾക്കാർ, അതിനോട് താല്പര്യമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും കാണണം. കാരണം അവർക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം എത്രയോ വർഷമായിട്ട് ഞാൻ നോക്കിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം ഒരു റിലീജിയസ് നല്ലൊരു ഫിലിം ഈ അടുത്ത കാലത്ത് ഇറങ്ങി. ഞാൻ ഉദ്ദേശിക്കുന്നത് ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഇറങ്ങിയിട്ടില്ല. ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ കുറെ വരുന്നുണ്ട്. പക്ഷെ അതേസമയം ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ ബൈബിളിനെ ബേസ് ചെയ്തോ ബിബ്ലിക്കൽ സ്റ്റോറീസിനെ ബേസ് ചെയ്തോ ഇതുവരെ ഒരു സിനിമ ഈ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല. അത്രയും നല്ലൊരു സിനിമ ഇറങ്ങുമ്പോൾ അതിലെന്തെങ്കിലും ഒരു കാമ്പുണ്ടാവും, ആ സിനിമ നന്നായിരിക്കും എന്നൊരു തോന്നൽ കൊടുക്കലാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. അത് ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ സിനിമ തീർച്ചയായിട്ടും എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് ഒരു വിഭാഗം ക്രിസ്ത്യൻസും മാത്രമല്ല ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെ കുറിച്ചും പറയണം. എല്ലാം ഞങ്ങൾ കുറച്ച് 4-5 ആർട്ടിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ സീരിയലെങ്കിലും അറിയപ്പെടുന്നത്. അങ്ങനെയൊന്നല്ല. എന്നെ വിളിച്ചത് അതുപോലെ തന്നെ ക്രിസ്ത്യനെ വിളിച്ചത്, ദേവയെ വിളിച്ചത് ഇതുപോലെ. കാര്യം ഇപ്പം ഇങ്ങനെ മാതാവായിട്ടൊരു ക്യാരക്ടർ പുതിയ ന്യൂ ഫേസ് ആണ് ആദ്യം പറഞ്ഞിരുന്നത്. ചേട്ടനോട് ചോദിച്ചാൽ ആരെങ്കിലും റെഫറൻസ്, ഏതെങ്കിലും ആർട്ടിസ്റ്റിന്റെ ഒന്ന് റെഫറൻസ് തരുമോ? അപ്പൊ എടുത്തിട്ട് കൊടുത്ത എന്റെ ഫോട്ടോസും വേറെ പല. എന്തുകൊണ്ട് ഇങ്ങനെ മേരി മാത എന്ന് പറയുമ്പോൾ ചേട്ടന്റെ മൈൻഡിൽ വന്നു? ധന്യ ചേച്ചി അങ്ങനെ വന്നു? ആ നിഷ്കളങ്ക മനോഭാവം കാരണമാണ്? അല്ല ഞാൻ ശരിക്കും ധന്യമായിട്ടൊന്നും ഒരല്പം പോലും സൗഹൃദം ആ സമയത്തൊന്നും ഇല്ല. അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പോൾ ജോണുമായിട്ടാണ് സൗഹൃദം കൊണ്ട്, ധന്യമായിട്ട് എനിക്ക് അങ്ങനെ സൗഹൃദമേ ഇല്ല. പക്ഷെ എന്തോ ഈ പറയുന്ന ഒരു 3-4 റെഫറൻസ് കൊടുക്കുമ്പോൾ നമ്മൾ എന്താ പറയുക കുറേ ഇങ്ങനെ ആലോചിക്കുകയും സെർച്ച് ചെയ്യുകയും ചെയ്യുമ്പോൾ ഇപ്പം ഈ ഒരുപാട് കാസ്റ്റിങ്ങിന് ഇതുപോലെ തന്നെ ആൾക്കാർ ആരെങ്കിലുമൊക്കെ എന്നോട് വിളിച്ച് സംസാരിക്കാറുള്ളപ്പോൾ നമ്മൾ അതിനകത്ത് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും, അതിന് പറ്റിയ ഒരാളാരാണെന്ന് ആലോചിക്കും. അപ്പം അതുകൊണ്ടാണല്ലോ നമ്മളോട് ചോദിക്കുന്നത്. അപ്പം അതിൻ്റെ ബെസ്റ്റ് കൊടുക്കണം എന്ന് ആലോചിച്ചിട്ട് ചെയ്യുന്നത് സംഭവിച്ചു പോയതാണ്. എനിക്ക് കിട്ടിയൊരു ഭാഗ്യം പറഞ്ഞുതരാം. കാരണം എന്നെ പുരോഹിതനായിട്ട് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ എന്നെ പോലെ തന്നെ വേറെ പുരോഹിതനെ വിളിച്ച് ക്രിസ്ത്യനെ വിളിച്ചപ്പോൾ ക്രിസ്ത്യൻ ഒറിജിനൽ താടി, എനിക്ക് താടിയും മീശ ഒന്നുമില്ല. എന്നെ വിളിച്ച് എന്നെ എങ്ങനെ ചിന്തിച്ചെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ റോളിൽ വന്നു കഴിഞ്ഞപ്പോ ആ സൈഡിൽ കാണുന്നുണ്ടല്ലോ, എന്നെ കംപ്ലീറ്റ് മറച്ചു വെച്ച താടി, ഞാനാണെന്ന് പോലും മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ ഇനി അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചു വേണം ഞാനാണെന്ന് തെളിയിക്കാൻ. സംഭവിച്ചെന്ന് വെച്ചാൽ ദിനേശേട്ടന്റെ പൈസ കൊടുത്ത് വെറുതെ ആയി. ദിനേശ് ഇതിനകത്തില്ല, ഞാനാണെന്ന് പറയേണ്ടി